എപ്പോഴും കറികൾക്ക് ഒരേ ടേസ്റ്റായ ഒരു രസം ഉണ്ടാവില്ല അല്ലേ? ഇത്തവണ കൂട്ടുകറി കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഉണ്ടാക്കിയാലോ? സാധാരണ കൂട്ടുകറിയേക്കാളും കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതലുണ്ട് ഇതിന്. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണണേ. ഈ കൂട്ടുകറിക്കകത്ത് ഞാൻ ചേനയും കായും കുമ്പളങ്ങയും ഉപയോഗിക്കുന്നുണ്ട്. കുമ്പളങ്ങ നിർബന്ധമില്ല, ചേനയും കായും ആയാലും മതി. ഈ ഒരു ബൗളിന് ഒരു ബൗൾ ചേന കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്യൂബ്സ് ആയിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ചേന വേഗുന്നതാണോ എന്നറിയില്ല, അതുകൊണ്ട് ആദ്യം തന്നെ ചേന ഞാൻ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അല്പം വെള്ളം കൂടി ഒഴിച്ച് വേകുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ചേന നന്നായിട്ട് വേകുന്ന ചേനയാണ്. തിളച്ചപ്പോൾ തന്നെ അത് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇനി ഒരു 1/2 കപ്പ് കുമ്പളങ്ങ നുറുക്കിയതാണിത്. കുമ്പളങ്ങ അധികം ഇടണ്ട, കുമ്പളങ്ങയുടെ അളവ് കുറച്ചിട്ടാൽ മതി. പിന്നെ കായും അതേപോലെ തന്നെ ചേനയുടെ അതേ അളവിൽ കായും കൂടെ ഇട്ട് കൊടുക്കാം. കായും കുമ്പളങ്ങയും കൂടെ വേകാനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലിയാണ് ഇടുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും ചേർത്തൊന്ന് ഇളക്കിയിട്ട് മൂടി വെച്ച് കൊടുക്കാം. ചേന വേകാൻ താമസമുള്ള ചേനയാണെങ്കിൽ സെപ്പറേറ്റ് കുക്കറിനകത്തിട്ട് അടിച്ചെടുക്കണേ. ഇത് വേകുന്ന നേരത്തിന് ഒരു പാനിലേക്ക് ഞാൻ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നിറച്ച് പെരിഞ്ജീരകം ചേർക്കാം. പെരിഞ്ജീരകം ഒന്ന് മൂത്ത് വരുമ്പോഴേക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞില്ലേ ഈ കൂട്ടുകറിക്ക് ഒരു പ്രത്യേകതയുണ്ടെന്ന്. ഞാൻ ഇതിനകത്ത് ജീരകത്തിന് പകരം പെരിഞ്ജീരകമാണ് ചേർക്കുന്നത്. പെരിഞ്ജീരകം ചേർക്കുമ്പം സാധാരണ കൂട്ടുകറിയുടെ ടേസ്റ്റേ അല്ല, അതിനേക്കാളും ടേസ്റ്റാണ്. ജീരകം ചേർത്ത് അരയ്ക്കുമ്പോൾ എനിക്കത്ര ഇഷ്ടപ്പെടാറില്ലായിരുന്നു, പക്ഷെ ഞാനിങ്ങനെ പെരിഞ്ജീരകം ചേർത്ത് അരച്ചപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി ആ തേങ്ങ നന്നായിട്ട് വറുത്തെടുക്കണം. ഇവിടെ ചേനയും കായും കുമ്പളങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു 1/2 കപ്പ് വേവിച്ച കടലയും കൂടെ ചേർത്ത് കൊടുത്തേ. ഇനി ഇതിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് തേങ്ങ കൊത്തി എടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുത്താണ്. ഇത് കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇനി ഈ അരപ്പ് ഈ കഷ്ണങ്ങളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ചെയ്യുന്നതിനിടയ്ക്ക് തേങ്ങ ഞാൻ അപ്പുറത്ത് വറുക്കാൻ വെച്ചിട്ടുണ്ട്, അതും ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. തേങ്ങ നല്ല ചുമക്കെ തന്നെ വറുത്തെടുത്തോണേ. അരപ്പിട്ട് ഇളക്കിയതിന് ശേഷം വെള്ളം കുറവാണെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണേ. കുറച്ച് സമയം ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് ഈ കായും ചേനയൊക്കെ വെള്ളം വലിച്ചെടുക്കുക. അപ്പം കറി ഒന്നും കൂടെ ഡ്രൈ ആയി പോകും. അതുകൊണ്ട് ഈ സമയത്ത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്താൽ കറി ആവശ്യത്തിന് ലൂസായിട്ട് കിട്ടും. ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചാൽ മതി, കൂടുതൽ വെള്ളം ഒഴിക്കരുത്. ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നീട് വെള്ളം വറ്റിച്ചെടുക്കേണ്ടി വരും. ഇനി ഒരു 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പം ഞാൻ തേങ്ങ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട്. ഇതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം. മുളക് പൊടി നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ കുരുമുളക് പൊടിയാണ് ഇതിന് എരിവ് തരുന്നത് കറിക്ക്. അപ്പം എരിവിനനുസരിച്ച് വേണം കുരുമുളക് ചേർക്കാനായിട്ട്. ഇവിടെ ഞാൻ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. ഫ്ലെയിം ഓഫാക്കി വെച്ചിട്ടാണ് ഞാൻ കുരുമുളക് പൊടി ചേർക്കുന്നത്. ഈ ചൂട് മതിയാവും ഇതിന്. നന്നായിട്ടൊന്ന് ഇളക്കി ചൂടാക്കിയിട്ട് നമുക്കിത് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. കറി ഞാൻ ചെറിയ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിരുന്നത്, അത് ഓഫാക്കിയിട്ടില്ല. അത് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഇതങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി കൂട്ടുകറി വെക്കുമ്പോൾ ജീരകത്തിന് പകരം പെരിഞ്ജീരകം ചേർത്ത് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി. നല്ല ടേസ്റ്റാണ്. പെരിഞ്ജീരകം മൂത്ത് കഴിയുമ്പോഴത്തേക്കും എന്തൊരു മണമാണെന്നറിയാം അതിന്. തേങ്ങയൊക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒന്ന് താളിച്ചും കൂടി ഒഴിക്കണം ഇതിനകത്തേക്ക്. ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കൂടെ ഒരു 1/2 ടീസ്പൂൺ നെയ്യും കൂടെ ചേർക്കാം. ഇതൊന്ന് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുകും 1 ടീസ്പൂൺ ഉഴുന്നും കൂടെ ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി തുടങ്ങിയിട്ട് ഉഴുന്നിട്ട് കൊടുക്കാവുള്ളേ. ഉഴുന്ന് ചെറുതായിട്ടൊന്ന് ചുമന്ന് തുടങ്ങുമ്പോഴത്തേക്കും ഇതിലേക്ക് ഒരു 5-6 ഉള്ളി വട്ടത്തിലരിഞ്ഞതും ഒരു 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് വറുത്തെടുക്കണം. ഉള്ളി ഇപ്പോൾ ചുമക്കൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അല്പം മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കളറിന് വേണ്ടിയിട്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാവേ. ഒന്ന് ഇളക്കി നമ്മുടെ കറിയിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഈ താളിപ്പ് ഇതിലേക്ക് ചേർക്കുന്നതിന് മുന്നേ 1 ടേബിൾ സ്പൂൺ ശർക്കരപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. ശർക്കര ചേർക്കുന്നതുകൊണ്ട് കറിക്ക് പ്രത്യേകിച്ച് മധുരമൊന്നും ഉണ്ടാവില്ല, പക്ഷേ ആ ടേസ്റ്റുകളെല്ലാം കൂടി ഒന്ന് ബാലൻസ് ആയി കിട്ടും. ശർക്കര ഇട്ടൊന്ന് ഇളക്കി ചേർത്തതിന് ശേഷം ഇതിലേക്ക് താളിച്ചതും കൂടി ഇട്ട് കൊടുക്കാം. ഈ ഒരു കൂട്ടുകറിക്ക് ഒരു 1.5 ടേസ്റ്റാണ് കേട്ടോ. കൂട്ടുകറി ഇഷ്ടമില്ലാത്ത ആൾക്കാരെ ഞാൻ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്ത് കഴിപ്പിക്കാറുണ്ട്. വല്ലപ്പോഴും ഒക്കെ ചില കറികളുടെയൊക്കെ ടേസ്റ്റ് ഒന്ന് മാറ്റി പിടിക്കുന്നത് നല്ലതല്ലേ. അപ്പോൾ ഈ പ്രാവശ്യത്തെ ഓണത്തിന് ഇതുപോലെ ഒന്ന് വെച്ച് നോക്കിയോ. ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ. കൂടെ ഒരു ഹൈപ്പും കൂടെ തരാൻ മറക്കല്ലേ. പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്